പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും അധികം സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടു. ഇന്നത്തെ ഈ മൂന്നാം പഠന ഭാഗത്തേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് നസ്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കന്യകയായിരുന്നു യേശുവിൻ്റെ അമ്മയെന്നും ആ കന്യകയുടെ മാതാപിതാക്കൾ അന്ന, ജോവാക്കിം ആയിരുന്നുവെന്നും കണ്ടു. ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ട മേരിയെ ദൈവം തയ്യാറാക്കുകയായിരുന്നു. ആ ദൈവിക പദ്ധതിയിൽ മേരി സഹകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. അതുകൊണ്ടാണ് ലോകം ഇന്ന് മേരിയെ ഇത്രയധികം ബഹുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ മേരിയെ എപ്രകാരം ദൈവം തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ള വിഷയത്തെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തിരുന്നത് പ്രത്യേകമായിട്ട് പേര് ചൊല്ലി വിളിച്ചിട്ടാണ്. രക്ഷാകര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഈശോയുടെ അമ്മയ്ക്ക് നൽകിയ പേരിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നാം കാണുന്നുണ്ട്, ജെറമ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ജെറമ്യയെ വിളിക്കുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് സാമുവേൽ 3 സാമുവേലിനെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു സത്യം നാം വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ കന്യാമറിയത്തിനും ഒരു പേര് നൽകിയപ്പോൾ അതിൻ്റേതായ വലിയ പ്രാധാന്യം നാം കാണുന്നുണ്ട്. എന്താണ് പേരിന് അർത്ഥം? അതായത് ഒരു നാമം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കാണിക്കുന്നു. ഒരു നാമം വ്യക്തിയുടെ ഭാഗധേയത്തെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യത്തെയും കാണിക്കുന്നു. യേശുവിൻ്റെ അമ്മയ്ക്ക് മേരി എന്ന് പേര് നൽകി. പഴയ നിയമത്തിൽ പലർക്കും ഈ മേരി എന്ന പേരുണ്ട്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പലസ്തീനായിൽ മേരി എന്നതൊരു സാധാരണ പേരായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ, ആ ഒരു നാമം കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥവും നൽകുന്നുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ മേരി എന്ന് പറയുന്നു, അതേസമയം മലയാളത്തിൽ മറിയം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം ഹെബ്രായ ഭാഷയിൽ മിറിയം എന്ന വാക്കിൽ നിന്നാണ്. അതേസമയം അരമയ ഭാഷയിൽ മറിയം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ജെറോം ഇതിനെ വിശദീകരിക്കുന്ന യാം, സമുദ്രം, അവിടുന്നാണ്. മേരിയെ പലപ്പോഴും സമുദ്രവുമായി സാദൃശ്യപ്പെടുത്താറുണ്ട്. കരുണാസമുദ്രമേ. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പേരൊക്കെ കണ്ടിരിക്കാം, സ്റ്റെല്ല മാരീസ്. എന്താണ് അർത്ഥം? സ്റ്റെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ്, ഒരു തുള്ളി. മേരി കരുണാസാഗരത്തിലെ ഒരു തുള്ളിയാണ്. മറ്റ് ചില സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളുടെയൊക്കെ പേര് നിങ്ങൾ കേട്ടിരിക്കാം, സ്റ്റെല്ല മാരീസ്. സ്റ്റെല്ല എന്നതിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. ഉദയകാല നക്ഷത്രം, ഉദയസൂര്യന് മുമ്പിലെ ഉയർന്നു പൊങ്ങുന്നതാണ് ഉദയകാല നക്ഷത്രം. അതുകൊണ്ടാണ് മേരിയെ ഉദയകാല നക്ഷത്രമേ എന്ന് നമ്മൾ വിളിക്കുന്നത്. യേശുവാകുന്ന സൂര്യൻ ഉദിച്ചുവരുന്നതിന് മുമ്പേ ലോകത്തിലേക്ക് കടന്നു വന്ന് വഴിയൊരുക്കി സാക്ഷ്യം നൽകിയത് മേരി എന്ന ആ നക്ഷത്രമായിരുന്നു. മെറി എന്ന ഒരു ഈജിപ്ഷ്യൻ വാക്കിൽ നിന്നും ഇത് വന്നതായി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ലവ്ഡ്, സ്നേഹിക്കപ്പെട്ടവൾ. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടത് മേരിയാണ്. ആ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു മേരിയെ ഇത്ര ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയത്. അതുതന്നെയാണ് മേരി തൻ്റെ സ്തോത്രഗീതത്തിലും നമ്മളോട് മേരി പാടുന്നത്. മറ്റൊരർത്ഥമുണ്ട്, മീറ. അതിൽ നിന്നാണ് ഇത് വന്നതെന്ന് ചിലർ വിശ്വസിക്കുന്നു. സുഗന്ധം, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കരുണയുടെ സുഗന്ധമാണ് മേരി. ആ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സുഗന്ധമാണ് അത് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ലോകത്തിന് നൽകിയവളാണ് മേരി. അതുപോലെ തന്നെ ഖുറാനിൽ മേരിയെപ്പറ്റി പറയുന്നത് ഐസ, മറിയുമ്മ, മറിയം ബിൻറ്റ് ഇമ്രാൻ,
മേരി ദ ഡോട്ടർ ഓഫ് ഇമ്രാൻ എന്നാണ് ഖുറാനിൽ പറയുന്നത്. മറിയുമ്മ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉന്നതമായ ബഹുമാനപൂർണമായ പേരായിട്ട് അവർ കാണുന്നു ഉമ്മ. അതുകൊണ്ട് മേരി എപ്പോഴും മറിയുമ്മ എന്നാണ് അതിലും എഴുതി നാം വായിക്കുന്നത്. ആധുനിക ഭാഷയിലും നമുക്കറിയാം, ഓരോ ഭാഷയിലും മേരിക്ക് പ്രത്യേകമായ ഭാഷ അനുസരിച്ചുള്ള പേരാണ് കൊടുക്കുന്നത്. ഹിന്ദിയിൽ മരിയ എന്ന് വിളിക്കുന്നു, ഇംഗ്ലീഷിൽ അവർ ലേഡി. അവർ ലേഡി എന്ന് പറയുമ്പോൾ ലേഡി എന്നതിൻ്റെ ലിറ്ററൽ മീനിങ് വരുമ്പോൾ വൈസ് വുമൺ. അതിൽ കൂടുതലായിട്ട് മേരി അവർ ലേഡി എന്ന് പറയുമ്പോൾ പ്രഭ്വി, രാജ്ഞി. അതാണ് അവർ ലേഡി എന്നതിൻ്റെ അർത്ഥം വരുന്നത്. ഇറ്റാലിയൻ പറയുമ്പോൾ മാ ദൊണ്ണ, എൻ്റെ അമ്മ, എൻ്റെ രാജ്ഞി എന്നുള്ള അർത്ഥത്തിലേ വരുന്നു. ഫ്രഞ്ചിൽ നോട്ടർ ഡാം, അവർ മദർ. ഇങ്ങനെ ഓരോ ആധുനിക ഭാഷയിലും മേരിയുടെ ഈ പേര് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ആ പേരിലൂടെയാണ് മേരിയുടെ സ്വഭാവവൈശിഷ്ട്യവും ദൗത്യവും നമ്മൾ അറിയുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളുടെ ഇടയിൽ തന്നെ കുടുംബങ്ങളിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന പേര് മേരിയുടേതാണ്. സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അധികം കൊടുക്കുന്നത് മേരിയുടേതാണ്. കാരണം അതിൽ തന്നെ വലിയൊരു മഹത്വം ദൈവം നൽകുന്നു. മറിയം അതിനെ ജീവിതത്തിൽ സഫലീകരിക്കുകയും ചെയ്യുന്നു. അതാണ് മേരി എന്ന വാക്കിൻ്റെ അർത്ഥം. പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ അമ്മയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വിശിഷ്ടമായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണല്ലോ മറിയം എന്നൊരു വ്യക്തി ഈശോയുടെ അമ്മയായത്. അങ്ങനെ ആയത് മറിയത്തിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണോ അതോ ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ? എൻ്റെ സംശയം ഇതാണ്, ഈ തെരഞ്ഞെടുപ്പ് അത് എന്തിൻ്റെ ബേസിസിലാണ് നടന്നിരിക്കുന്നത്? നാം പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓരോ വ്യക്തികളെ വിളിക്കുന്നതും ഓരോ പ്രത്യേക ദൗത്യത്തിനാണ്, പ്രത്യേക രീതിയിലാണ്. ചിലരെ പേര് ചൊല്ലി വിളിക്കുന്നു, ചിലരെ പ്രത്യേകമായി ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അവരെ വിളിക്കുന്നു. മേരിയുടെ കാര്യം വരുമ്പോൾ എപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു സൂചന മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അവിടെ ഇതാണ്: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീല നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കനിയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നതായിരുന്നു. അതിൽ കൂടുതലായിട്ട് ദൈവം എന്തുകൊണ്ടാണ്, എപ്രകാരമാണ് മേരിയെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വ്യക്തമായി സുവിശേഷത്തിൽ പറയുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ഇംഗ്ലീഷ് കവിതയുടെ ആദ്യത്തെ ഇരടികളാണ്. മേരിയെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് പറയുകയാണ്: ഷീ ഈസ് എ റീഡ് സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ഗ്രോയിങ് ബൈ ദ ലേക്ക് ഇൻ നാസറത്ത്, a reed that is empty until the breath of God fills it with infinite music. മേരി എന്നത് നസ്രത്തിലെ ഒരു തടാകത്തിൻ്റെ തീരത്ത് വളർന്ന ഒരു ഈറ്റ, ഒരു ഓട. എന്നാൽ വിലയില്ലാത്ത ഈ ഓടക്കഷ്ണത്തെ ദൈവം ഒരു പുല്ലാങ്കുഴലായിട്ട് ഉപയോഗിക്കുകയാണ്. ശൂന്യമായ ഈ ഓടക്കഷ്ണം ദൈവം അതിൽ ദൈവത്തിൻ്റെ അനന്ത സംഗീതം നിറച്ച് ലോകത്തിലേക്കൊരു ഗാനം ഒഴുകിയിറങ്ങുന്നു. അവിടെയാണ് മേരിയുടെ പ്രാധാന്യം. യേശു എന്ന ആ ഗാനം, അനന്തമായ ഗാനം ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങി ഇന്നും ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മേരിക്കുണ്ടായിരുന്ന യോഗ്യത? അതും സുവിശേഷം കാണിക്കുന്ന യോഗ്യത മേരിയുടെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, എളിയവളുടെ ഒരു പ്രതിഫലനമായിരുന്നു, പ്രതീകമായിരുന്നു മേരി. ഇത് തന്നെ മേരി തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിലെ മേരി തന്നെ തന്നെ പറയുന്ന ആ വചനം നമുക്കൊന്ന് വായിക്കാം. മറിയം പറഞ്ഞു: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു.
അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് മേരിയുടെ യോഗ്യത എന്ന് പറയുന്നത് തൻ്റെ താഴ്മയായിരുന്നു. താൻ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല, എളിയ ദാസിയായി മേരി തന്നെ തന്നെ കണ്ടു, ജീവിച്ചു. അവിടെ ദൈവം മേരിയെ ഉയർത്തുകയാണ്. ഇത് പരിപൂർണമായും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇതുകൊണ്ടാണ് നാം പുതിയ നിയമത്തിൽ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നത് അധ്യായം 8 പൗലോസ്ലിയ പറയുന്നുണ്ട്. ദൈവം ഓരോ വ്യക്തിയെ മുൻകൂട്ടി അറിഞ്ഞ് അവിടുന്ന് തിരഞ്ഞെടുത്ത് വിശദീകരിക്കുന്നു. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. മേരിയെ സംബന്ധിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം ആ പദ്ധതി നടപ്പാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. മറിയത്തെ അറിഞ്ഞ് വിളിച്ച് വിശദീകരിച്ചു. അത് ദൈവത്തിൻ്റെ നിഗൂഢമായ കരുണയുടെ ഒരു പ്രതിഫലനമാണ് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുവാൻ വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട നസ്രത്തിലെ പെൺകുട്ടിക്ക് നാം കണ്ടു, ദൈവം ഏറ്റവും മനോഹരമായ ഒരു പേര് നൽകി, പേര് ചൊല്ലി മേരിയെ വിളിച്ചു. ആ പേരിനനുസൃതമായ വിശുദ്ധവും എളിമയും നിറഞ്ഞതും സ്നേഹനിർഭരവുമായ ഒരു ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. അതേസമയം നാം കണ്ടു, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും മേരിക്കെതിരായിട്ടുള്ള പല പ്രചരണങ്ങളും മേരി അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുമുണ്ട്. അത് അവരുടെ അജ്ഞതയുടെയും സത്യത്തെ അറിയാൻ ആഗ്രഹമില്ലാത്തതിൻ്റെയും ഫലമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയായ കന്യാമേരി ആരാണെന്നും ആ മേരിയുടെ ജീവിതം എപ്രകാരമാണ് ദൈവേഷ്ടപ്രകാരം ജീവിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്നും മനസ്സിലാക്കണം. അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും കടമ. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ ജീവിതം പൂർണ്ണമായി നയിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ നിങ്ങളുടെ സഹകരണത്തിനും പങ്കുചേരലിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറിയത്തിനു നൽകപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്നത്. ഇത് ദൈവമാതൃസ്ഥാനത്തിൻ്റെ അവർണ്ണനീയമായ നാമമാകുന്നു. മറ്റെല്ലാ വിശേഷണങ്ങളും ഈ ദൈവമാതൃസ്ഥാനത്തിന് താഴെയായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ലുത്തിനിയായുടെ ആദ്യ ഭാഗത്തെ വിശേഷണമായി പ്രശോഭിക്കുന്നത്. ഗലാത്യക്കാർക്ക് എഴുതപ്പെട്ട ലേഖനഭാഗത്ത് 4-ാം അധ്യായം 4-ാം വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ അയച്ചു, സ്ത്രീയിൽ നിന്നും ജാതനായി. വാസ്തവത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ പരിശുദ്ധ ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രനായിരുന്നു എന്നാണ് വചനം ഇവിടെ വെളിപ്പെടുത്തുന്നത്. തന്നിമിത്തം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 495 തിരുസഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അമ്മയാണ്. 1974 മരിയാലിസ് കുൾത്തൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ പോളാറാമൻ മാർപ്പാപ്പ ഈ സ്ഥാനത്തെ ബഹുമാനിക്കുവാനായി ജനുവരി 1
ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ കൊണ്ടാടുവാൻ സഭാമക്കളോട് ഉദ്ബോധിപ്പിച്ചു. പുതുവത്സര ദിനമായ ജനുവരി 1 ഈ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ തിയോറ്റോക്കോസിൽ നിന്നാണ് ഈ വിശേഷണം ഉണ്ടായി വന്നത്. AD 431 ഒന്നാമത്തെ എഫേസൂസ് കൗൺസിലിൽ വച്ച് യേശുവിൻ്റെ ദൈവത്വം സ്ഥിരീകരിക്കുവാനായി വിശുദ്ധ ഡമാസ്കസ് മാർപ്പാപ്പയാണ് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദൈവം യേശുവിൽ ഒരു യഥാർത്ഥ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എങ്കിൽ മറിയം യേശുവിന് ജന്മം നൽകുന്നതുവഴി ദൈവത്തിൻ്റെ അമ്മയായി തീർന്നു. എന്നാൽ മറിയം മനുഷ്യനായ യേശുവിൻ്റെ അമ്മ മാത്രമാകുന്നു എന്ന് വാദിച്ചുകൊണ്ട് 5-ാം നൂറ്റാണ്ടിൽ ഉയർന്നുവന്ന നെസ്റ്റോറിയൻ പാഷണ്ഡത കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഹൃദയത്തെ തന്നെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന സിറിലും മറ്റും ഇതിനെ ശക്തമായി എതിർക്കുകയും ഈ പാഷണ്ഡതയെ സെലസ്റ്റിൻ മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. AD 430 മാർപ്പാപ്പ ഈ പാഷണ്ഡതയെ സഭാപരമായ പ്രബോധനങ്ങൾ നൽകി ശമിപ്പിച്ചു. ഈ വാദമുന്നയിച്ച നെസ്റ്റോറിയനെ സഭയിൽ നിന്നും പുറത്താക്കി. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൺ പറയുന്നു: ആരെങ്കിലും പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. സുവിശേഷത്തിൽ ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന വാക്യം നാം ശ്രദ്ധയോടെ ശ്രവിക്കുക: നിന്നിൽ നിന്നും ജനിക്കാനിരിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് എന്നേറ്റു പറഞ്ഞുകൊണ്ടാണ് ഇളയമ്മയായ എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്യുന്നത്. ഈ 2 സംഭവങ്ങളും ദൈവപുത്രസ്ഥാനത്തിൻ്റെയും ദൈവമാതൃസ്ഥാനത്തിൻ്റെയും സ്വർഗീയ സാക്ഷ്യങ്ങളാകുന്നു. ലുത്തിനിയായിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്ന് പ്രഘോഷിക്കുന്ന വിശ്വാസികളായ നാം മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ ഏറ്റുപറയുകയും മറിയത്തിൻ്റെ സ്വർഗീയ സ്ഥാനത്തെ പ്രഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. മറിയം ദൈവമാതാവാണെന്ന് പ്രഖ്യാപിച്ച എഫേസൂസ് സൂനഹദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വലിയ സ്വീകരണമാണ് അന്ന് നൽകിയത്. മറിയം ദൈവമാതാവാകുന്നു എന്ന വിശേഷണം സ്വർഗം ഏറ്റം ബഹുമാനിക്കുന്നു. ലുത്തിനിയായുടെ ആദ്യ ഭാഗത്തെ മഹത്വരമാക്കുന്ന പ്രകാശമായി ഇത് നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്ന് മലയാളത്തിൽ ലിഖിതമായിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സ്വർഗീയ മഹത്വം ഏറ്റം പ്രാധാന്യമുള്ളതും കൃപാസമ്പന്നവുമത്രേ. ലുത്തിനിയ രഹസ്യങ്ങൾ ആഴത്തിൽ പഠിക്കുക വഴി നാം ദൈവമാതാവിൻ്റെ മഹത്വം മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണ
അമ്മയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.